എല്ലാവരും ഉപയോഗപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു. അല്ലാഹു ചെയ്ത തവാഫുകളും ഉംറകളും സഅയികളും ഓതിയ ഖുർആനും ചെയ്ത എത്തിച്ചു നൽകട്ടെ. ആമീൻ. അവരെയും നമ്മയും അല്ലാഹു നാളെ സ്വർഗീയ ലോകത്ത് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്ന് നമ്മള് മെർസിഡീസ് ബെൻസ് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ബെൻസിൽ കയറിയിട്ടില്ല, GMC വണ്ടി കയറി സൗദിയില്. ഇത് ബെൻസ് കമ്പനിയുടെ ബസ്, മെർസിഡീസ് ബെൻസിന്റെ ബസ്സാണ്. മെർസിഡീസ് ബെൻസിന്റെ ബസ്സാണ്. മാഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയില്ലേ? ആമീൻ. അതന്നെ. അൽഹംദുലില്ലാ. ഏതായാലും മാഷാ അല്ലാഹ് നമ്മൾ 5ാമത്തെ ദിവസം ഇപ്പോൾ യാത്ര ആരംഭിച്ചിട്ടുള്ളത് തൻഈം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് ആയിഷ പള്ളിയിലേക്കാണ്. അവസാനമായി മദീനയിൽ നിന്നും മക്കയിലേക്ക് ഹജ്ജിനും ഉംറക്കും വേണ്ടി ഇഹ്റാം ചെയ്ത് വന്ന ഒരുപാട് പാറയും മലയും നിറഞ്ഞൊരു പ്രദേശമാണ്. ആയിഷ മസ്ജിദിലേക്ക് പോകുന്ന വഴിയാണ്. ആയിഷ മസ്ജിദിൻ്റെ ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരുപാട് ചരിത്രം പറഞ്ഞു ഉസ്താദ്. അവരുടെ പേരിൽ നിർമ്മിച്ചൊരു പള്ളിയാണ്. ആ പള്ളിയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആയിഷ മസ്ജിദ്. ആയിഷ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗം ഹറമിലും ഒരു ഭാഗം പുറത്തുമാണ് നിൽക്കുന്നത്. ഇഹ്റാം കെട്ടണമെങ്കിൽ മക്കത്തെ ഹറം ശരീഫിൻ്റെ അകത്തുനിന്ന് ഇഹ്റാം കെട്ടാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ തായിഫിൽ പോകണം, അല്ലെങ്കിൽ ജിദ്ദയിൽ പോകണം. ഹറമിന്ന് പുറത്ത് വരണം. അപ്പോൾ ഈ പള്ളീൻ്റെ ഒരു ഭാഗം ഹറമിലും ഒരു ഭാഗം പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, തലപ്പാടി ഗേറ്റില്ലേ, കേരളവും കർണാടകവും അതുപോലൊരു ഗഡിയാണ്. അവിടെയാണ് നിൽക്കുന്നത് പള്ളി. മാഷാ അല്ലാഹ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. ടാറ്റാ ബൈ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ തീർച്ചയായിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ പേജ് ഫോളോ ചെയ്യുക. പുതിയ എപ്പിസോഡുമായി വീണ്ടും കാണാം. ആയിഷ മസ്ജിദ് എല്ലാവരും കണ്ടില്ലേ? എല്ലാവരും ബാക്കിയുണ്ടോ? ഓക്കെ ബൈ, ടാറ്റാ.